വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ മൊഡ്യൂൾ 7ൻ്റെ തേർഡ് സെഷനിലേക്ക് നടക്കുകയാണ്. ഡിക്ഷണറി മെത്തേഡ്സ്. ഇത് കുറച്ച് ബ്രീഫായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സെൽഫ് ലേണിങ്ങിൽ കേപ്പബിലിറ്റിയിലേക്ക് ഞാൻ വളർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഡിക്ഷണറി മെത്തേഡ്സിനെ പറ്റി പറയാം. ബാക്കി നിങ്ങൾ സ്വയം പഠിക്കണം. നമ്മുടെ പ്രോജക്റ്റും എക്സസൈസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ വായിച്ചും കേട്ടും ഒക്കെ പഠിക്കണം. ഇത് ക്വിക്ക് സ്റ്റാർട്ട് എന്നുള്ള ആണ് നമ്മുടെ ഒരു ഫിലോസഫി. പെട്ടെന്ന് ഈ ചെറിയ കോഴ്സ് തീർക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ നീങ്ങുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് മെത്തേഡ്സ് പഠിക്കുകയാണ്. അപ്പം മെത്തേഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം പുതിയ മെത്തേഡ്സിനെ പറ്റി മനസ്സിലാക്കുകയും അറിയുകയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന മെത്തേഡ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഗെറ്റ്, കീസ്, അങ്ങനെ പറഞ്ഞ് കുറച്ച് മെത്തേഡ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഒരു ഡിക്ഷണറി ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ചെയ്തതാണ്. ഈ ലൈൻ എന്താ ചെയ്യുന്നത് നമുക്കറിയാം. ഇതൊരു എംപ്റ്റി ഡിക്ഷണറി ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു എംപ്റ്റി ഡിക്ഷണറിയുടെ ഒരു പ്രത്യേകത, ഡിക്ഷണറിയുടെ പേര് കൊടുത്ത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്തൊരു സ്ട്രിങ്ങോ എന്തോ ആവട്ടെ ഒരു ഐറ്റം ആഡ് ചെയ്യപ്പെടും. ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു കീ വാല്യൂ പെയർ ആഡ് ചെയ്യപ്പെടും. ഇംഗ്ലീഷ് ടു മലയാളം 1 = 1 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കീ വാല്യൂ പെയർ ആഡ് ചെയ്യപ്പെട്ടു. കീ 1 ആണ്, വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഡിക്ഷണറി വന്നു. ഇനി നമ്മൾ ഒന്നാമത് പഠിക്കാൻ പോകുന്ന ഗെറ്റ് എന്നുള്ള. ഗെറ്റ് പൊതുവെ പല ഡാറ്റ ടൈപ്പുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഡിക്ഷണറി എന്താണ്? ഇംഗ്ലീഷ് ടു മലയാളമാണ്. ഇംഗ്ലീഷ് ടു മലയാളം എന്നുള്ള ഡിക്ഷണറിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗെറ്റ് എന്ന് കൊടുക്കുന്നു. ഗെറ്റ് നമ്മൾ കീ കൊടുക്കണം ഇവിടെ. ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് കീ കൊടുക്കുന്നു. 1 എന്ന് കൊടുത്തു, -1 എന്ന് കൊടുത്തു. -1 കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നോക്കാം, അതിനെപ്പറ്റി കൂടുതലായിട്ട് ഇവിടെ പറയുമെന്ന് നോക്കാം. അപ്പോൾ ഗെറ്റ് എന്ന് പറയുമ്പോൾ ആ കീ ഉണ്ടല്ലോ, നമ്മുടെ കീ 1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ അവൻ തിരിച്ചു തരുന്നു. ശരി, ഇപ്പോൾ ഇതൊന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യാം. വണ്ണിന് പകരം 2 കൊടുത്തെന്നിരിക്കട്ടെ. 2 കൊടുക്കുമ്പോൾ ആ 2ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ വന്നു. ഇപ്പം 2ന് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? 4 കൊടുത്തെന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ 4 ഇത് നമ്മൾ ഡിക്ഷണറിയിൽ ആസ് സച്ച് ഇല്ല. 4 നമ്മൾ ഡിക്ഷണറിയിൽ കീ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ ഗെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ഗെറ്റ് ചെയ്യും? ഒന്നും ഗെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ -1 കൊടുത്തതുകൊണ്ട് -1 എന്ന് പ്രിൻ്റ് ചെയ്ത് വരും. ഇപ്പോൾ ഈ -1 എന്നുള്ള ഈ ആർഗ്യുമെൻ്റ് ഓപ്ഷണലാണ്. ഇപ്പോൾ നമ്മളിത് കൊടുത്തില്ലെന്നിരിക്കട്ടെ, അപ്പോൾ ഒന്നും വരത്തില്ല. നമ്മളവിടെ വെറുതെ ശൂന്യമായിട്ട് നിൽക്കും. മനസ്സിലായില്ല? ഇപ്പോൾ പ്രിൻ്റ് കൊടുത്തിരുന്നെങ്കിൽ നണ്ണ് എന്ന് പറഞ്ഞത് വരും. അപ്പോൾ അത് ബ്ലാങ്ക് ആയിട്ട് ഒന്നും പ്രിൻ്റ് ഒന്നും വരത്തില്ല. അതേ സമയത്ത് ഞാൻ 4 കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഡിഫോൾട്ടായിട്ട് പൊതുവെ -1 ആണ് നല്ലത്. അതിന് പകരം എന്തും കൊടുക്കാം. എനിക്ക് -100 കൊടുത്തെന്നിരിക്കട്ടെ. അപ്പോൾ ഇല്ലെങ്കിൽ -100 വരും. ഇതാണ് ഗെറ്റിനെ പറ്റി പറയാനുള്ളത്. ഇതേപോലെ തന്നെ അടുത്ത എന്താണ്? കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇംഗ്ലീഷ് ടു മലയാളം നമ്മളൊരു ഡിക്ഷണറി ഉണ്ട്. .keys എന്ന് പറയുമ്പം കീസ് എന്ന് പറഞ്ഞാൽ മെത്തേഡാണ് വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇംഗ്ലീഷ് ടു മലയാളം. കീസൊക്കെ ഒരു ഇതായിട്ട് വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റായിട്ട് വരും. അപ്പോൾ 1 2 3 അത്രയേ ഉള്ളൂ. അതിൽ വലിയ കഥയൊന്നുമില്ല. കീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പൈത്തൺ എന്ത് തരും? കീസ് തരും. അതേപോലെ തന്നെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്ത് തരും? സ്പെല്ലിംഗ് ഒക്കെ അറിയില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റത്തില്ല. കീബോർഡ് ടാബ് അടിച്ചാൽ മതി. വാല്യൂസ് അത് കൊടുക്കുക. അപ്പോൾ വാല്യൂസ് വരും. എന്താണ്? 1 2 3. ഇനി നമുക്ക് കീ വാല്യൂ പെയർ വരണമെന്നിരിക്കട്ടെ. ഇംഗ്ലീഷ് ടു മലയാളം .items എന്ന് കൊടുത്തു കഴിഞ്ഞാൽ
ഈ കീ വാല്യൂ പെയർസ് നമുക്ക് ഒരു പെയറായിട്ട് ഒരു ടുപ്പിൾസ് ആയിട്ട് വരും. അപ്പോൾ എത്ര നമ്മുടെ ഡിക്ഷണറിയിൽ 3 റോയാണ് ഉള്ളത്, ആ 3 റോയും ഓരോ ഐറ്റംസ് ആയിട്ട് വരും. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ എന്താണ്? 1 1, ഇതൊരു ടുപ്പിളാണെന്ന് പറയും. 2 2, 3 3. ഇവിടെ ഞാനൊരു വേർഡ് ഉപയോഗിച്ചു, ടുപ്പിൾ എന്ന് ഉപയോഗിച്ചു. അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് മനസ്സിലാക്കണം. നമ്മൾ അടുത്ത ഇതിപ്പോൾ കിക്ക് സ്റ്റാർട്ടാണല്ലോ, ഈ കോഴ്സിൻ്റെ നെക്സ്റ്റ് സെഷനിൽ വേണ്ടുന്നവർക്ക് അത് ചെയ്യാം. അതെല്ലാം സ്വയം പഠിക്കാൻ പറ്റുന്നവർ അതിനെപ്പറ്റി സ്വയം പഠിക്കുക. അപ്പോൾ ഈ 3 പെയറുകൾ വന്നു. ഇനി നമ്മൾ പഠിച്ചത് വേറൊരു മെത്തേഡ് ക്ലിയറാണ്. അപ്പോൾ നമ്മൾ പൊതുവെ ഒരു പരസ്യമുണ്ട്, ചവനപ്രാവശ്യത്തിന് മുമ്പ്, ചവനപ്രാവശ്യത്തിന് ശേഷം. ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഡിക്ഷണറി നോക്കാം. അത് കഴിഞ്ഞ് ക്ലിയർ ചെയ്തു. പ്രിൻറ്റ് ഇംഗ്ലീഷ് ടു മലയാളം. അപ്പോൾ നമ്മളൊരു ഡിക്ഷണറി ഉണ്ട്. അപ്പോൾ എന്താ ഡിക്ഷണറിയിൽ നമുക്കറിയാം 3 റോ ആണുള്ളത്, 3 ഐറ്റമാണുള്ളത്. 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, 2 എന്ന് പറഞ്ഞാൽ 2 ആണ്, 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഈ 1 1 2 3 കീയും 1 2 3 എന്നുള്ള വാല്യൂസും ആണെന്ന് നമുക്കറിയാം. അപ്പം ഇംഗ്ലീഷ് ടു മലയാളം ഡോട്ട് ക്ലിയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങളുടെ ഒരു ഗെസ് എന്താണ്? ഒന്ന് പോസ് ചെയ്യാം, നമുക്ക് നോക്കാം. ഒരു സംഗതി ഉണ്ടാവത്തില്ല, എല്ലാം ക്ലിയർ ചെയ്ത് പോകും. ഉണ്ടോ? നമ്മൾ ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് ഇതാണ് ഡിക്ഷണറി, ക്ലിയർ ചെയ്തതിന് ശേഷം ഇതാണ്. അപ്പോൾ എളുപ്പമല്ലേ കാര്യങ്ങൾ? അപ്പോൾ നമ്മൾ ഈ ഇത്രയും മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. ഇപ്പോൾ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ഇംഗ്ലീഷ് ടു മലയാളം കീസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? കാലി ആയിട്ടുള്ളൊരു ലിസ്റ്റായിരിക്കും വരുന്നത്. മലയാളം കീസ്. ഒരു എംപ്റ്റി ലിസ്റ്റാണ് ഡിക്ഷണറി കീസായിട്ട് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ വാല്യൂസും അതേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ പഠിച്ചത് ഇത്രയും മെത്തേഡ്സുകളാണ്. ഇവിടെ ഡിക്റ്റ് എന്ന് വെച്ചിരിക്കുന്നത് ഒരു നിങ്ങൾക്ക് ഡിക്ഷണറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെത്തേഡ്സ് എന്നാണ്. ഡിക്റ്റ് ഒരു കീവേഡാണ്. അപ്പോൾ നമ്മൾ ഡിക്ഷണറിയുടെ പേര് ഇംഗ്ലീഷ് ടു മലയാളമാണെങ്കിൽ അത് കൊടുക്കുക. നമ്മുടെ ഡിക്ഷണറിയുടെ പേര് പേഴ്സൺ ആണെങ്കിൽ അത് കൊടുക്കുക. നമ്മുടെ ഡിക്ഷണറിയുടെ പേര് എന്താണാവോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.